വേദിയിൽ ഞങ്ങൾ ഇതാദ്യമാണ്. ലക്ഷ്മണസ്വാമിക്ക് മുന്നിൽ ഞങ്ങൾ ഈ കഥ കാണിക്കയായി അർപ്പിക്കുന്നു. ഈ കഥ എൻ്റെ മുത്തച്ഛൻ എനിക്കായി എന്നോ പറഞ്ഞു വച്ചതാണ്. അദ്ദേഹത്തിന് ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം അർപ്പിക്കുന്നു. കൂടാതെ ഈ കഥാപ്രസംഗം കേൾക്കാനിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കഥയിലേക്ക് കടക്കട്ടെ. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഭക്തിദീപിക എന്ന ഖണ്ഡകാവ്യം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കട്ടെ. യഥാർത്ഥ ഭക്തി എന്തെന്നും യഥാർത്ഥ ഭക്തൻ ആരെന്നും ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നു. അതാ ഒരു മഹാവനം, ഘോരാരണ്യം, വന്യമൃഗങ്ങളും സാധുക്കളായ പക്ഷി മൃഗാദികളും സ്വൈര്യമായി ജീവിക്കുന്നു. അവിടെ തത്തകൾ, മാടത്തകൾ, കരിയിലക്കിളികൾ, തത്തിടുമാ പച്ചില പടർപ്പുകൾക്കിടയിൽ വാലുയർത്തി കുനിച്ചിരുന്നൊരെണ്ണാനെന്തോ വായിലാക്കി ചാടിയോടി പോയിടുന്നേ കണ്ടു. അങ്ങനെ സുന്ദരങ്ങളായ കാഴ്ചകൾ ആ വനത്തിൽ കാണാം. ആ വനത്തിന്റെ ഉള്ളിലായി ദർഭപ്പുല്ലുകൾ മൂടിയ കാട്ടിൽ ദർശിക്കാം ഒരു താപസനെ. മരവുരി ചുറ്റിയൊരുടലിൽ ഭസ്മം മെഴുകിയിരിക്കും താപസനെ. അവിടെ അതാ ഒരു മഹർഷി ഇരിക്കുന്നു. ചെറുപ്പക്കാരനാണ്, നല്ല പൂവമ്പഴത്തിന്റെ നിറം. അദ്ദേഹം ആരെ പ്രത്യക്ഷപ്പെടുത്താനാണ് അവിടെ ഇരിക്കുന്നത്? ആരാണ് അദ്ദേഹം? അദ്ദേഹം ആദിശങ്കരാചാര്യ സ്വാമിക്കു പിൽക്കാലത്തിൽ ആദിശിഷ്യനായി തീർന്നൂരാശ്ചര്യ വിദ്യാധരൻ. ഭക്തിയാൽ പ്രസന്നയായി പാദത്തിൽ ഗംഗാദേവി പൊൽത്തണ്ടാ ചെരുപ്പിട്ട പുണ്യവാൻ സനന്ദനൻ. അദ്ദേഹം ഭക്തനായ പ്രഹ്ലാദന് മുന്നിൽ അവതരിച്ച ആ രൂപം തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കാണാനാണ് തപസ്സു ചെയ്യുന്നത്. എന്തായിരുന്നു ആ രൂപം? അക്കത്തും കനൽക്കട്ടയ്ക്കൊപ്പമായി തുറിച്ച കണ്ണ്, അക്വലക്കട്ടാർന്നക്കച്ചുളുക്കാളും അച്ചലൻ മതോഗ്രഭ്രുവത്തിങ്കൾ പൊളിത്തംഷ്ടം സടകടകൽ ഭീമമാമാസ്യ ചിത്രം. അക്കൂർത്ത വൈരക്കമ്പിക്കൊത്തു നീണ്ടെഴും രോമം, അകൃതാന്താസൃക്പാനരൂപ്യ പാത്രമാം നഖം, അകണ്ഠം സിംഹാകാരം, അപ്പുറം നരാകാരം. സനന്ദന ബ്രാഹ്മണൻ മഞ്ഞും മഴയും വെയിലും കൊണ്ട് പച്ചിലയും പച്ചവെള്ളവും മാത്രം ഭക്ഷിച്ച് തപസ്സു ചെയ്യുന്നത് ഈ നരസിംഹമൂർത്തിയെ കണ്ട് നിർവൃതി അടയാനാണ്. അവിടെ അത്തപോവനത്തിങ്ക പാർപ്പതുണ്ടൊരിടത്ത് ചത്തലിന്നോതിടുന്ന കാട്ടാളക്കിടാത്തനും. അതെ, ചാത്തൻ എന്നു പേരുള്ള ഒരു കാട്ടാള ചെറുക്കൻ ആ കാട്ടിലുണ്ടായിരുന്നു. അവന്റെ പ്രത്യേകത എന്തെന്നോ? ശ്രീയവൻ തന്മേനിയെ തീണ്ടിയിട്ടില്ല, ഹരിശ്രീ അങ്ങേ വഴിക്കൊന്നെത്തിയും നോക്കിയിട്ടില്ല. ഐശ്വര്യമുള്ള മുഖമോ രൂപമോ അവനില്ല. വിദ്യാഭ്യാസം ഇല്ലേ ഇല്ല. ആകെയുള്ളത് ഒരു നല്ല വലിയ മനസ്സ്. അകം കാടു കയറാതെ പുറം കാടു നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ചാത്തൻ. ഒരിക്കൽ കാട്ടിലൂടെ നടക്കുമ്പോൾ അമ്മോ, ഒരു തങ്കക്കുടം പോലത്തെ മനുഷ്യൻ ജടയും താടിയും വളർത്തി കണ്ണടച്ചു കാട്ടിൽ തനിച്ചിരിക്കുന്നു. ചാത്തൻ മെല്ലെ അടുത്തു ചെന്നു. എന്നിട്ട് വിളിച്ചു, തമ്പിര, ഇത് എന്ത് തമ്പിര തനിച്ച് കാട്ടിലിരിക്കുന്നേ? ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എന്തിനാ തമ്പിര ഇവിടെ ഇരിക്കുന്നത്? എന്താ തമ്പിര കാര്യം? സനന്ദന ബ്രാഹ്മണൻ മിണ്ടിയില്ല. അദ്ദേഹം ധ്യാനത്തിലാണ്. അന്നവൻ പോയി. പിന്നീട് എന്നും തമ്പിരാനെ കാണാനെത്തും. കാഴ്ചവെച്ചൽപ്പം നീങ്ങി മൂകനായി കൈകെട്ടി നിന്നാജ്ഞേ കാക്കും നിത്യം. കായ്കനികൾ കാഴ്ചവെച്ച് ചാത്തൻ തമ്പിരാന്റെ മുഖം നോക്കി മാറി നിൽക്കും. അങ്ങനെ ഇരിക്കെ തമ്പിരാന്റെ കണ്ണുകൾ ഒന്ന് ചെറുതായി അനങ്ങി. തുടങ്ങിയില്ലേ ചാത്തൻ? ഇത് എന്ത് തമ്പിര, കുറെ നാളായല്ലോ ഈ പൂ പോലുള്ള ശരീരം കാട്ടിലിട്ടുണക്കുന്നു. വെയിലും മഴയും കൊണ്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എന്തിനാ തമ്പിര ഇവിടെ ഇരിക്കുന്നത്? ഈ കാട്ടിൽ എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം, പറയ് തമ്പിര. സനന്ദന ബ്രാഹ്മണൻ ചാത്തന്റെ ബഹളം കേട്ട് നിവർത്തിയില്ലാതെ കണ്ണു തുറന്നു. കാട്ടിലും സ്വൈര്യമില്ലല്ലോ. അപ്പോഴുണ്ട് അപ്പുറ
നരച്ച മുടിയുമായി ആകെ ഒരു വികൃത രൂപി കാട്ടാള ചെറുക്കൻ മുന്നിൽ നിൽക്കുന്നു. ഇവനാണോ തനിക്ക് വേണ്ടത് കൊണ്ടുതരാൻ പോകുന്നത്? ഛേ, മാനത്തു പറക്കുന്ന പരുന്തിന് മാക്രി വഴികാട്ടി. കൊള്ളാം, ഞാൻ ചാത്തൻ തമ്പിര, പറയ് തമ്പിര, എന്തു വേണം തമ്പിര? ചാത്ത, നിന്നെ കൊണ്ടൻ കാമിതം ബോധിക്ക പോലും മേല, സാധിക്ക പിന്നീടല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവനാണോ കാര്യം സാധിച്ചു തരാൻ പോകുന്നത്? കൊള്ളാമല്ലോ. ആ തമ്പിര വല്ല മൃഗവുമാണെങ്കിൽ? ആ, മൃഗം തന്നെ. പകുതി സിംഹവും പകുതി മനുഷ്യനും. എന്താ, കൊണ്ടുവന്ന് തരാമോ? ആ, തരാം തമ്പിര, തരാം. സനന്ദനും ബ്രാഹ്മണൻ ചാത്തന്റെ വാക്കുകൾ കേട്ട് കളിയാക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യകാലം തൊട്ട് വേദങ്ങൾ മുതൽ തേടിയിട്ട് ഇന്നോളം വരെ കിട്ടാത്തത് നീ ചാത്ത ആവില്ല. ആവും തമ്പിര, ആവും. ചാത്തൻ പിന്നീട് അവിടെ നിന്നില്ല. അവൻ ഓടി. എങ്ങുവാൻ എങ്ങുവാൻ എങ്ങെങ്ങൊരിടവാൻ എൻ ചിങ്കം എന്നാൻ ചിങ്കം എങ്ങെങ്ങാൻ പിള്ള ചിങ്കം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അവൻ ഓടി. കണ്ടവരും കേട്ടവരും പരിഭ്രമിച്ചു. ഇവൻ എന്തു പറ്റി? കൂട്ടുകാരെല്ലാം വിട്ടാർ, കൂറ്റുകാർ പെൺകെട്ടിന് കൂട്ടിനാർ വട്ടം ഭ്രാന്തിനായി ചികിത്സിച്ചാർ. കൂട്ടുകാരെല്ലാം അവനെ വിട്ടുപോയി. ബന്ധുക്കൾ അവനെ പെണ്ണുകെട്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഭ്രാന്തിനുള്ള ചികിത്സയെക്കുറിച്ചായി എല്ലാവരുടെയും ചിന്ത. എന്നാൽ മഹാകവി ഉള്ളൂർ പറഞ്ഞു, ഭ്രാന്തുതാൻ ഭക്തി ഭ്രാന്ത് സർവേശ സാക്ഷാത്കാര ശാന്തിയെ ചേണ്ടതാം സത്തർതൻ മഹാരോഗം. നല്ല മനുഷ്യർക്കുണ്ടാകുന്ന ഭ്രാന്താണിത്. അന്യന്റെ വേദനയിൽ തപ്പിക്കുന്ന പിടയുന്ന മനസ്സ്. അവൻ മണ്ണിനോടും മലയോടും പുല്ലിനോടും സിംഹക്കുട്ടിയെ അന്വേഷിച്ചു. അവൻ ഊണുറക്കം മറന്ന് സിംഹക്കുട്ടിക്കായി അലഞ്ഞു. എന്തിനധികം പറയുന്നു, നല്ലവനായ ചാത്തന്റെ നല്ല മനസ്സിന്റെ താപം, ദുഃഖം അങ്ങ് പാലാഴിയിൽ പള്ളികൊള്ളുന്ന പരബ്രഹ്മമൂർത്തിയായ സാക്ഷാൽ മഹാവിഷ്ണു അനുഭവപ്പെട്ടു. പാലാഴി തിളച്ചു മറിഞ്ഞു. അനന്തൻ എന്ന തൽപ്പം ഇളകി മറിഞ്ഞു. സാക്ഷാൽ മഹാവിഷ്ണുവിന് ചാത്തന്റെ വിളി കേട്ടില്ലെന്ന് നടിക്കാനായില്ല. അദ്ദേഹം പാർശ്വധർ ധരിക്കാതെ പത്മയോടുരയ്ക്കാതെ സാക്ഷരവാഹം വരാൻ താമസിച്ചിരിക്കാതെ, തന്റെ പരിജനങ്ങളോട് പറയാതെ, തന്റെ പ്രിയതമയായ ലക്ഷ്മി ദേവിയോട് പറയാതെ, തന്റെ വാഹനമായ ഗരുഡൻ വരാൻ കാത്തു നിൽക്കാതെ പെട്ടെന്ന് ആ വേടച്ചക്കൻ തൻ മുന്നിൽ കുതിച്ചെത്തി. ചാത്തൻ നോക്കുമ്പോൾ അതാ അല്പം മുന്നിലായ സിംഹക്കുട്ടി. അവൻ ഓടിച്ചെന്നു സിംഹക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, സിംഹക്കുട്ടി, കാട്ടിൽ നാം വാഴ്വോരല്ലേ ചങ്ങാതി, നിനക്കിത്ര വേടനെ കുറിച്ചിത്ര ൂറില്ലാതിരിക്കാമോ? നമ്മളെല്ലാം സഹജീവികളല്ലേ? നിന്നെ ഞാൻ എത്ര അന്വേഷിച്ചെന്നോ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? എന്താ തുറച്ചു നോക്കുന്നേ? അയ്യോ, നിന്റെ ചെന്തി പോലുള്ള കണ്ണുകളിൽ ആരാ സിംഹക്കുട്ടി കണ്ണീര് വീഴ്ത്തിയത്? അയ്യോ, ആ തിളക്കം എവിടെ? എന്തു ശാന്തമാണ് ഈ കണ്ണുകൾ. അല്ല, ഇറച്ചിയൊന്നും കഴിക്കാറില്ലേ? ചുണ്ടത്തൊരു തുള്ളി ചോര പോലും കാണുന്നില്ല. അയ്യോ, ഞാൻ മറന്നു, നിനക്ക് വിശക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ചാത്തൻ നിറയെ പുല്ലും വൈക്കോലും കുമ്പാരം കൂട്ടി നരസിംഹമൂർത്തിയുടെ മുന്നിൽ വെച്ചു. ഭഗവാൻ അത് ഭക്ഷിച്ചു. പക്ഷേ ചാത്തൻ തൃപ്തനായില്ല. വീർക്കുന്നില്ലല്ലോ പള്ളയെന്നോതി അവൻ കുറെ തുറുപ്പാൾ കച്ചി വച്ചാൽ മുന്നിൽ ആയതും തിന്നാൻ ഹരി. അങ്ങനെ പുല്ലും വൈക്കോലും തീറ്റിച്ച് നരസിംഹമൂർത്തിയെ കൂട്ടി ചാത്തൻ നടന്നു. ഇടയ്ക്ക് പറഞ്ഞു, നിനക്കറിയോ, ഒരു തങ്കക്കുടം പോലത്തെ മനുഷ്യൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വെയിലും മഴയും കൊണ്ട് നിന്നെ കാത്തിരിക്കുകയാ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. പെട്ടെന്ന് ചാത്തനൊരു സംശയം തോന്നി. ഈ സിംഹക്കുട്ടി എങ്ങാനും തന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞാലോ? അതുകൊണ്ട് കാട്ടുവള്ളികൾ പറിച്ച് കുടുക്കിട്ട് നരസിംഹമൂർത്തിയുടെ കഴുത്തിലിട്ട് ഒരാട്ടിൻകുട്ടിയെ ഒരു കുട്ടി കൊണ്ടുപോകുന്നത് പോലെ മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ചാത്തന് വീണ്ടും ഒരു സംശയം തോന്നി. പാവം സിംഹക്കുട്ടിയുടെ കഴുത്ത് കാട്ടുവള്ളികൾ കൊണ്ട് നോവുന്നുണ്ടാവും. അതുകൊണ്ട് കൈകൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് തൂത്തു കൊടുത്തു, ഇടയ്ക്ക് ഊതി കൊടുത്തു, പച്ചില ചാറുകൾ പിഴിഞ്ഞ് കഴുത്തിൽ തേച്ചു കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും വീണ്ടും നടന്നു. സനന്ദന ബ്രാഹ്മണന്റെ അടുത്തെത്തി
എത്താറായപ്പോഴേ ദൂരെ നിന്നേ ചാത്തൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കിട്ടി തമ്പിരാ കിട്ടി, സിംഹക്കുട്ടിയെ കിട്ടി, ഒന്ന് കണ്ണു തുറക്കണേ, ഇതിനെ അങ്ങ് എടുത്തോ തമ്പിരാ. സനന്ദനും ബ്രാഹ്മണൻ കണ്ണു തുറക്കാൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് രണ്ടും കൽപ്പിച്ച് കണ്ണു തുറന്നപ്പോഴോ ചെപ്പടി പിരട്ടല്ല പാതിരാക്കിനാവല്ല ഉൾപ്പിച്ചല്ല അഭ്യാസമല്ല ആശ്ചര്യം അത്യാശ്ചര്യം. അഖിലാണ്ട കടാഹത്തെ നിയന്ത്രിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മമൂർത്തി ഒരു കാട്ടാള ചെറുക്കന്റെ കാട്ടുപുൽത്തണ്ടിൽ കുടുങ്ങിയതാ തന്റെ മുന്നിൽ. സനന്ദന ബ്രാഹ്മണന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം നരസിംഹമൂർത്തിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ അറിയാൻ എനിക്കായില്ലല്ലോ. അവിടുന്ന് ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പാവം ഈ കാട്ടാള ചെറുക്കനാണല്ലോ അതിന് ഭാഗ്യമുണ്ടായത്. നരസിംഹമൂർത്തി സനന്ദന ബ്രാഹ്മണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സനന്ദന, വത്സ നീ ജയിക്കുന്നു, ഭക്തി കൊണ്ടെനിക്കുള്ളിൽ ഉത്സവം നിവർത്തിച്ച നിന്ദൂതൻ നിഷാദനാൽ. നിന്റെ ആഗ്രഹപ്രകാരമല്ല, നീ പറഞ്ഞേച്ച നല്ലവനായ ചാത്തന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ നിനക്ക് ദർശനം നൽകുന്നത്. നിന്റെ ഉള്ളിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ സൃഷ്ടിച്ച ഈ ലോകത്തിൽ എന്തിനാണ് ഈ വേർതിരിവ്? ആരാണ് സവർണൻ, ആരാണ് അവർണൻ, ആരാണ് ധനികൻ, ആരാണ് ദരിദ്രൻ, ആര് പണ്ഡിതൻ, ആര് പാമരൻ? ഇതെല്ലാം ഞാനല്ലേ നൽകിയത്. പിന്നെ എന്തിന് ഇതിന്റെ എല്ലാം പേരിൽ അഹങ്കരിക്കുന്നു? ഞാൻ സൃഷ്ടിച്ച ഈ ലോകത്തിൽ എന്തിനാണ് ഈ വേർതിരിവ്? നിങ്ങൾ എന്നെ അന്വേഷിച്ച് എങ്ങും പരക്കം പായേണ്ടതില്ല. അന്യർക്കായി എന്നെ അലയുന്ന ശുദ്ധാത്മാക്കൾ എവിടെയുണ്ടോ അവിടെയാണ് എന്റെ തീർത്ഥാടന കേന്ദ്രം. ദീനർത്തൻ മലർന്നതാം കൈക്കുമ്പിളാണെൻ വഞ്ചി, ദീനൻ തൻ ക്ഷുപ്താറ്റിടും ധർമാനവൻ നൈവേദ്യം. ഞാനൊന്ന് പറയട്ടെ നിന്നോട്, ഞാൻ ആരോടൊപ്പമാണ് ഉണ്ടാകുന്നതെന്ന്. ശുശ്രൂഷനൂടേകിയും നഗ്നനെ പുതപ്പിച്ചും ദുഃഖിയെ തോഷിപ്പിച്ചും രോഗിയെ ശുശ്രൂഷിച്ചും ആപത്തിൽ പെടുന്നോരെ ആശ്വസിപ്പിച്ചും താണുകൂപത്തിൽ കിടപ്പോരെ കൈകൊടുത്തുയർത്തിയും ഏവനോ കൽപ്പിച്ചെന്റെ വേലയിൽ പങ്കാളിയായി മേവിടാരോർക്കും അവനെന്തും ഞാൻ വശം വദൻ. വേദനിക്കുന്നവന് വേണ്ട സഹായം നൽകും, അവരെ ആശ്വസിപ്പിക്കും. ആ ആശ്വാസ വാക്കുകളാണ് എന്റെ സ്തുതിഗീതങ്ങൾ. ദുഃഖത്തിന്റെ പടികുഴിയിൽ വീണവരെ കൈ കൊടുത്തുയർത്താമെങ്കിൽ സനന്ദന, നീ എനിക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇതിനോടകം ഇങ്കാലം അഥവാ കരിക്കട്ട പോലുന്ന ചാത്തൻ, ഇങ്കാലം ധീരപ്രായം, ഈരകം താരപ്രായം, താരകം സൂര്യപ്രായം, സൂര്യൻ ഹരിപ്രായൻ. സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ രൂപലാവണ്യത്തോടു കൂടി ചാത്തൻ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. നരസിംഹമൂർത്തി തുടർന്നു, സനന്ദന, നിന്റെ ഉള്ളിലെ ധാരണകൾ മാറാൻ ഭാരതത്തിന്റെ തെക്കേ അറ്റത്തെ മനോഹരമായ കേരള നാട്ടിൽ പോയി ശ്രീശങ്കരന്റെ ശിഷ്യത്വം സ്വീകരിക്കുക. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട ചാത്തന്റെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് പോകട്ടെ. ഭക്തിദീപിക എന്ന കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.